ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമായ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്കുമാറാത്ത ദൈവമാണ്. മനുഷ്യർ മാറിപ്പോകും, സാഹചര്യങ്ങൾ മാറും, അവസ്ഥകൾ മാറും, എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിന് മാറ്റമില്ല. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്, നിത്യദൈവമാണ്. ഏക സത്യനിത്യ ദൈവമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷ പ്രാപിക്കുക. ഈ ഭൂമിയിലും കർത്താവ് നമുക്ക് വാഗ്ദത്തങ്ങളെ നിവർത്തിച്ച് നമ്മെ മാനിക്കും. അതുപോലെ സ്വർഗരാജ്യത്തിലും നമുക്ക് വേണ്ടി കർത്താവ് ഭവനമൊരുക്കുവാൻ പോയിരിക്കുന്നു. ആ വാസസ്ഥലം, ആ വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ കർത്താവ് സഹായിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായം അതിൻ്റെ 17-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ ജനം മിസ്രയീമിൽ വർദ്ധിച്ച് പെരുകി. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുന്ന കർത്താവിൻ്റെ വാക്ക് കേട്ട് യാതൊന്നും കാണാതെ വിശ്വാസത്താൽ ഇറങ്ങിപ്പുറപ്പെട്ട അബ്രഹാമിനോട് അനേകം വാഗ്ദത്തങ്ങൾ അരുളി ചെയ്തു. ആ വാഗ്ദത്ത കാലം അടുത്തപ്പോൾ അബ്രഹാമിൻ്റെ സന്തതികളായ ജനം മിസ്രയീമിലായിരുന്നു. എന്നാൽ അവിടെ അവർ വർദ്ധിച്ചു പെരുകി. ഇവിടെ നിന്ന് ദൈവം കൈമാറിയ ഒരു ദൂത് സ്തോത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മോട് ദൈവം പറയുന്ന ഓരോ വാഗ്ദത്തങ്ങളും നിശ്ചയമായി അരുളി ചെയ്ത ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ ആ വാഗ്ദത്ത കാലം അടുക്കുമ്പോൾ നാം എവിടെയായിരുന്നാലും, നാം മിസ്രയീമിലായിരുന്നാലും, അടിമനുഖത്തിന് കീഴിലായിരുന്നാലും, ഇരുട്ടിലായിരുന്നാലും, കാരാഗ്രഹത്തിലായിരുന്നാലും, അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിലായിരുന്നാലും, യാതൊരു പ്രതീക്ഷയുമില്ലാത്ത അസാധ്യമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളായിരുന്നാലും, തീച്ചൂളയിലായിരുന്നാലും, പെരുവെള്ളത്തിൻ്റെ അകത്തായിരുന്നാലും, പ്രൈസ് ദി ലോർഡ്, എവിടെ നിന്നും കർത്താവ് നമ്മെ പുറപ്പെടുവിക്കുവാൻ, അവിടെ നമ്മെ വർദ്ധിപ്പിക്കുവാൻ, അവിടെ നമ്മെ വളർത്തുവാൻ, അവിടെ കൃപ പെരുകുവാൻ കർത്താവ് സർവശക്തനാണ്. ആയതിനാൽ ഭാരപ്പെട്ടു പോകേണ്ട. അവൻ മിസ്രയീമിലാണല്ലോ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. വാഗ്ദത്ത കാലം അടുക്കുമോ? വാഗ്ദത്തം നിറവേറുമോ? ഞങ്ങൾക്കൊരു മുന്നേറ്റം അല്ല എങ്കിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുമോ എന്നോർത്ത് ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇവിടെ സ്തോത്രം. എന്നാൽ അതിൻ്റെ അടുത്ത വചനങ്ങളിൽ വായിക്കുന്നു, ജോസഫിനെ അറിയാത്ത വേറൊരു രാജാവ് മിസ്രയീമിൽ വാഴുവാൻ തുടങ്ങി. അപ്പോൾ അവർ ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ ജനത്തോട് ഉപായം പ്രയോഗിച്ചു, പീഡിപ്പിച്ചു. അവരുടെ ശിശുക്കളെ ജീവനോടെ ഇരിക്കരുതെന്ന് വെച്ച് പുറത്തിടിവിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ പ്രതിസന്ധികൾ ശത്രു ഉപായ രൂപേണ കൊണ്ടുവന്നാലും പ്രൈസ് ദി ലോർഡ്, ദൈവം പറഞ്ഞ വാഗ്ദത്തം നിശ്ചയമായി കർത്താവ് നിവർത്തിക്കും. ആ സാഹചര്യത്തിലും ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അതേ 7-ാം അധ്യായം അതിൻ്റെ 32-ാം വചനത്തിൽ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം മോശയോട് ഇസ്രായേൽ മക്കളെക്കുറിച്ച് സംസാരിക്കുന്നു. 34-ാം വചനത്തിൽ പറയുന്നു, മിസ്രയീമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു, അവരുടെ ഞരക്കവും കേട്ടു, അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്കായി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ഏത് മിസ്രയീമായിരുന്നാലും, ഏത് കാരാഗ്രഹമായിരുന്നാലും, ആർക്കും നമ്മെ കടന്നു വന്ന് വിടുവിക്കുവാൻ കഴിയാത്ത, ആർക്കും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നാം ആയിരുന്നാലും കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മുടെ ഞരക്കങ്ങൾ കേൾക്കുന്ന ദൈവം, പുറമേ വായി തുറന്ന് നിലവിളിക്കുവാൻ പോലും കഴിയാതെ അവന് ഹൃദയത്തിനകത്ത് വെച്ച് ഞരങ്ങുന്ന വേദനകൾ, ഞരക്കങ്ങളെ പോലും കർത്താവ് കേൾക്കുന്നു. കഷ്ടത കാണുന്നു, അനുഭവിക്കുന്ന പീഡനങ്ങളെ കർത്താവ് അറിയുന്നു. ആ കർത്താവ് നമ്മെ വിടുവിക്കുവാൻ സർവശക്തനാണ്. 36-ാം വചനത്തിൽ വായിക്കുന്നു, മിസ്രയീമിൽ ചെങ്കടലിലും 40 സംവത്സരം മരുഭൂമിയിലും അതിശയങ്ങളും അടയാളങ്ങളും ചെയ്ത് കർത്താവ് അവരെ നടത്തിക്കൊണ്ടുപോകുന്നു. ആ മിസ്രയീമിൽ അവർ ആയിരുന്ന സ്ഥലത്ത് ഇപ്പോൾ നാം നിലവിലായിരിക്കുന്ന മേഖലകളിൽ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അവിടെ കൊണ്ടും തീരത്തില്ല. ചെങ്കടൽ അതിന് ശേഷം വന്നാലും ഹല്ലേലൂയ, മരുഭൂമി കടന്നു വന്നാലും അവിടെയും കർത്താവ് അത്ഭുതങ്ങളിലൂടെ വാഗ്ദത്തങ്ങൾ നിവർത്തിച്ച് നടത്തുവാൻ സർവശക്തനാണ്. എന്നാൽ ആ കർത്താവിനെ വിട്ട്
ഒരിക്കലും പിന്മാറരുത്. സ്തോത്രം. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 5-ാം വചനത്തിൽ വായിക്കുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എന്നാൽ ഈ ഇസ്രായേൽ മക്കൾ അവർ മനുഷ്യനിൽ ആശ്രയിക്കുവാൻ തുടങ്ങി, അവർ സ്വന്തം ശരീരത്തിൽ ആശ്രയിക്കുവാൻ തുടങ്ങി, അവർ ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന അനുഭവമുണ്ടായി. അതേ അപ്പോസ്തലർ 7-ന്റെ 39-ാം വചനത്തിൽ വായിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. ഇന്ന് ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറിയിരിക്കുന്ന അവസ്ഥയാണോ? ഹൃദയം കൊണ്ട് നാം കടന്നു വന്ന, നാം വിട്ടുവന്ന പാതയിലേക്ക് പിന്തിരിഞ്ഞു നോക്കുന്ന അനുഭവത്തിൽ ആരെങ്കിലും അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടുക. ഹൃദയം കൊണ്ട് ദൈവത്തോട് പറ്റിച്ചേരുക, ദൈവത്തോട് കൂടുതലായി അടുക്കുക. നിശ്ചയമായി കർത്താവ് നമ്മെ ഇതുവരെ നടത്തിയ കർത്താവ് ഇനിയും നടത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കണ്ടു. എന്നാൽ വീണ്ടും ഒരു ചില പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറിയാൽ നാം ശപിക്കപ്പെട്ട അവസ്ഥയിൽ കടന്നു പോകുവാൻ ഇടയായിത്തീരും. ഹൃദയം കൊണ്ട് വിട്ടുവന്ന വഴികളിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയാൽ ഒരിക്കലും ആ ലാക്കിലേക്ക് ഓടുവാൻ കഴിയത്തില്ല. ആ സ്വർഗീയ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. നിത്യനാശത്തിലേക്ക്, നിത്യപാതാളത്തിലേക്ക് നാം തള്ളപ്പെടുവാനിടയായിത്തീരും. ആയതിനാൽ ഒരു കാര്യം കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മോട് സംസാരിക്കുന്നു, വാഗ്ദത്ത കാലം അടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവും ഏറ്റവും അടുത്തിരിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിൽ വെച്ചും കർത്താവ് നമ്മോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും ദൈവം നിവർത്തീകരിക്കും. ആയതിനാൽ ഈ ഭൂമിയിലെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാനും സ്വർഗീയമായതിനെ പ്രാപിക്കുവാനും ഒരുപോലെ ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തോട് അധികമായി പറ്റിച്ചേർന്നിരിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ഞരക്കങ്ങളെ, ഹൃദയവേദനകളെ, ഭാരങ്ങളെ അറിയുന്ന കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. ഈ വചനപ്രകാരം കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അതേ പീഡനകൾ കർത്താവെ, പീഡകൾ പെരുകും തോറും, കഷ്ടതകൾ വർദ്ധിക്കും തോറും, വേദനകൾ കൂടുന്തോറും ഞങ്ങളൊന്നും അറിയുന്ന കർത്താവെ, ഞങ്ങളുടെ വാഗ്ദത്ത കാലം ഏറ്റവും അടുത്തിരിക്കുന്നു. അതേ അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ കർത്താവ് ജയത്തോടെ നടത്തുന്നതിനാൽ സ്തോത്രം. ആ വാഗ്ദത്ത ദേശത്തേക്ക് ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവാൻ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കുവാൻ വീണ്ടും സഹായിക്കണം. വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.